വീഡിയോ നോക്കാം. നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് കാണാം. നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ സ്റ്റെപ്സ് പഠിക്കാം. ഒന്നോ രണ്ടോ സൗകര്യം പോലെ പഠിക്കുന്നതനുസരിച്ച് പഠിച്ചെടുക്കാം. പുതിയ സ്റ്റെപ്പ് പറഞ്ഞുതരാം. പിന്നെ കയ്യും കാലുകളും ചെയ്യാം അല്ലേ. 1 2 3 4 കണ്ടോ കൈ. അപ്പൊ നമ്മളിവിടെ 1 2 എന്ന് വലുതേറും പൊളിച്ചു 1 2 ഇടതേറും കുറയിച്ചു. പക്ഷെ നമ്മുടെ കൈ കമഴ്ത്തിയാണ്. 1 2 മനസ്സിലായോ. 1 വലുതേറും ചവിട്ടി കൈ കൊണ്ട് പോകുന്നു. 2 ഇവിടെ വന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ കൈ മലർത്തി. അതപ്പോൾ 3 ഇടതുകാലം വെച്ച് 4 ഇടതുകാലം. 1 2 3 4 അതായത് 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതുകാലം ചവിട്ടി കഴിഞ്ഞോളൂ. നമ്മൾ ഇവിടെ നിൽക്കുകയല്ലേ. ഇവിടെ നിന്ന് നമ്മൾ 1 2 നമ്മളിവിടെ നിൽക്കുവാണ്. ഈ കാലത്തിൽ കൊണ്ട് കൊടുക്കാം 3 ആയി. ഈ 4 ഫ്രണ്ടിലോട്ടാണ് 4 കണ്ടോ. അപ്പം 1 2 3 4 ഫ്രണ്ടിലോട്ട് വെച്ചു. അപ്പം ഇവിടെ നിന്ന് 3 ഇവിടെ വെച്ചു. ഇനി ഇടത് കാലത്ത് മുമ്പോട്ട് വെച്ചു. കുഞ്ഞു 1 2 3 4 കണ്ടോ. അപ്പോൾ 4 എന്ന് പറയുമ്പോഴത്തേക്കും കൈ കുറച്ച് മുന്നോട്ട് നീട്ടി മലർത്തി കൊടുത്തു. ഇടത് കാല് മുമ്പോട്ട് വെച്ചു. ചെയ്തു നോക്കാം. ചെയ്തോ. 1 വലത് കാലം മുമ്പോട്ടാണ്. 1 2 ഇനി ആ ഇടത് വലത് കാലം 3. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയാം. 3 വരുമ്പോൾ 1 2 3 അത് തന്നെ 4. അത്രയേ ഉള്ളൂ. ഒന്നുകൂടി ചെയ്ത് നോക്കാം. 1 2 3 അല്ല 3 വരുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയല്ലേ. 1 2 ഇവിടെ നിൽക്കുകയല്ലേ. 3 വരുമ്പോൾ ഈ കാല് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു 3 നേരെ വെച്ചു. ഇനി 4 നമ്മൾ മുമ്പോട്ട് വയ്ക്കാം. 1 2 3 4 മുമ്പോട്ട് വയ്ക്കേണ്ട കാര്യം 3 നേരെ തന്നെ വെച്ചു. 3 4 മാത്രം പറഞ്ഞുതരും. നമ്മളിവിടെ നിൽക്കുന്നു. 3 4 മാത്രം നോക്കിക്കോളുന്നു. മനസ്സിലാവണം. ഇവിടെ നിൽക്കുകയാണ്. ഇനി 3 വരുമ്പോൾ നമ്മൾ 3 നേരെ വെച്ചു. 3 4 മുമ്പോട്ട് വെച്ചു. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ കാലിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. 3 4 കാലും മടക്കി 4 മടക്കി. ഒന്നുകൂടി ചെയ്ത് നോക്കാം. 1 2 3 അല്ല 3 അവിടെ തന്നെ വെച്ചു. 3 അവിടെ ചവിട്ടിയാൽ മതി. 1 2 അല്ല 1 ചവിട്ടണം. 1 2 ഇനി 3 പുറത്തോട്ട് വെച്ചു. 4 കണ്ടോ. ഒന്നുകൂടെ 1 2 3 4 4 കൈ നീട്ടി കൊടുക്കണം. കുറച്ചും കൂടെ ഒന്നുകൂടെ 1 2 3 4 അപ്പോൾ 4 ഒന്ന് താഴ്ന്നു ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 കണ്ട. അതാണ് സ്റ്റെപ്പ്. ഒരു പ്രാവശ്യം ചെയ്യേ. 1 2 3 4 സംശയമില്ലല്ലോ. ശരി. ഇനി ഇതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. 1 2 3 4 നമ്മൾ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ വലത് കാലം എടുത്തിട്ട് 1 2 3 അതായത് നമ്മൾ ഫേസ് ടു ഫേസ് ആണ്. അപ്പം നമ്മൾ 4 ഇവിടെ നിൽക്കുന്ന കാലം നമ്മൾ അല്ലേ. 3 4 നിൽക്കുക. ഇനി വീണ്ടും വലത് കാലം 1 ചരിച്ചു കൊടുത്തു. 1 ഇങ്ങോട്ട് ചരിച്ചു. 1 2 3 4 വരും. നമുക്ക് നോക്കാം. 3 4 അവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കാം. 1 2 3 4 വരണം. 3 4 വരണം. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുക. 4 വെച്ചിട്ട് 1 ഇങ്ങോട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ നിൽക്കുക. പഠിച്ചത് 3 4 നമ്മൾ കാലിവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചതാ. 1 വലുതുകാലം 1 2 3 4 അല്ലെ
1 2 അതിൻ്റെ ആവശ്യമുള്ളൂ 1 2 എടുക്കാൻ പറ്റും നമുക്ക് 1 2 എടുക്കാൻ പറ്റുന്നത് ഇവിടെ വന്നിട്ട് ആ 3 4 എന്നിട്ട് ആ 1 2 2 ഇനി ഇങ്ങോട്ട് 3 4 ഇങ്ങോട്ട് വന്നു സെൻറ്ററിൽ വന്നു അവിടെ 3 4 അപ്പോൾ നമ്മൾ 4 വെച്ചിരിക്കുകയാണ് 4 വെച്ച് 4 ഇനി ആ വരുന്ന സ്ഥലത്ത് 1 ഇങ്ങോട്ട് ചെയ്യണം 1 2 3 അങ്ങോട്ട് 3 4 അപ്പോൾ രണ്ടുപേരും നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത് നമ്മൾ അപ്പോൾ 1 2 3 4 ഒന്നുകൂടി ചേർത്ത് ചെയ്യാം അത് ചെയ്യണം 1 2 3 4 1 2 ചെയ്യാണ് 3 4 സംശയം ഒന്നും പ്രശ്നമില്ല ഇത് ഒന്ന് ചെയ്ത് നോക്കാം 1 2 3 4 1 2 3 4 വീണ്ടും 1 2 3 4 1 2 3 4 മനസ്സിലായോ പ്രാവശ്യം ചെയ്യാം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 സംശയമുണ്ടോ ഇല്ല നിങ്ങൾക്ക് മനസ്സിലായത് ശരി ഇങ്ങനെ നിൽക്കുകയാണ് 1 നമ്മൾ ഇങ്ങനെ നിൽക്കുക അല്ലേ അവിടെ തന്നെ നിന്നിട്ട് നമ്മൾ 1 2 കണ്ട കൈ ഇങ്ങോട്ട് ഇട്ടു 1 2 3 4 അത്രയാണ് 1 2 3 4 രണ്ട് സൈഡിലോട്ട് ചെയ്യും 1 2 3 4 അപ്പം നമ്മൾ തമ്മിൽ തന്നെയാണ് ചെയ്യണം ഇനി അടുത്ത പേരുകൾ തമ്മിൽ ചെയ്യും അത് ഞാൻ മനസ്സിലായിരുന്നു 1 2 3 4 തിരിച്ച് പുറത്തോട്ട് വരും അപ്പം അവിടെ വേറെ ആൾ കാണുന്നില്ല അപ്പം അത് തന്നെ 1 2 3 4 1 2 3 4 വീണ്ടും 1 2 3 4 1 2 3 4 1 2 3 4 അത് രണ്ടെണ്ണം വീതം മതി ഞാൻ 4 രണ്ടെണ്ണം വീതം മതി ഇവിടെ 2 പേര് ഇവിടെ 2 അങ്ങനെ ചെയ്യാൻ നമുക്ക് മനസ്സിലായി ഇവിടെ കിട്ടിയാലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിന്നോ ഇവിടെ മനസ്സിലോട്ട് ഇനി ഇവിടെ 1 ക്ലോസ് ചെയ്ത് വെച്ച പോലെ 1 2 3 4 ഒന്നും കൂടെ 1 2 3 തിരിഞ്ഞാണ് 1 2 3 4 ഒന്നും കൂടെ 1 രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തോ പഠിക്കാനായിട്ട് 1 2 3 4 ഒന്നും കൂടെ ചെയ്തോ 2 3 4 അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടെണ്ണം വീതം ചെയ്യാം നമുക്ക് ശരിക്കും ഒരെണ്ണം ചെയ്താൽ മതി ഒന്നുകൂടെ രണ്ടാണെങ്കിലും കൂടെ സൈഡ് ഈ സൈഡ് ചെയ്യാൻ 2 ക്ലാസ് വെച്ച് ചെയ്തോളൂ 1 2 3 4 അല്ല രണ്ടെണ്ണം ചെയ്തോ ഒരെണ്ണം ചെയ്യാൻ 1 2 3 4 once more 1 2 3 4 തിരിച്ച് 1 2 3 4 1 2 3 4 അപ്പോൾ ഈ 1 2 പറയുമ്പോൾ നമ്മൾ വെറുതെ ചേർത്ത് നമ്മൾ ചെരിഞ്ഞു കൊടുക്കാം 1 2 വേണ്ട 3 4 അങ്ങോട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ 1 പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചേർക്കും ആ കാലിനെടുത്ത് ചെരിഞ്ഞു കൊടുത്തേ 1 ഇങ്ങോട്ട് 3 4 തിരിഞ്ഞ് അതുപോലെ അങ്ങോട്ട് 1 2 3 4 മനസ്സിലായോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റെപ്പ് ഇതിനോട് ചെയ്ത് കണക്ട് ചെയ്യാം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 3 1 2 വരുമ്പോൾ നമ്മൾ അപ്പത്താളമായിട്ടാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അതായത് ഒരെണ്ണം ഇത് ഒരാളിട്ടണം അടുത്തത് മറ്റൊരാളിട്ടണം ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം പറഞ്ഞുതരാം 1 2 3 4 ഇനി അങ്ങോട്ടാണ് ചെയ്യേണ്ടത് അങ്ങോട്ട് ചെയ്യണം ഞാൻ ഇങ്ങോട്ട് ചെയ്യും അങ്ങോട്ട് ചെയ്തോ അവിടെ ആളുണ്ട് 1 2 3 4 നമ്മൾ തമ്മിൽ 1 2 3 4 വീണ്ടും തിരിച്ച് 1 2 3 4 പിടി
കിട്ടിയോ? ഒന്നുകൂടെ ചെയ്യാം. ചെയ്തോളൂ. 1 2 3 4. ഇനി അങ്ങോട്ടാണ്. 1 2 3 4. നമ്മൾ തമ്മിലാണ് ഇനി 1 2 3 4. തിരിച്ചാണ് 1 2 3 4. സംശയമുണ്ടോ? അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ആദ്യം ഇത് ചെയ്ത് തിരിയുമ്പോൾ അടുത്ത അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്, അതായത് അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അടുത്തത് നമ്മൾ വീണ്ടും നമ്മൾ തന്നെ തിരിച്ച് ചെയ്യുന്നു. മനസ്സിലായി? ഒരു പ്രാവശ്യം ചെയ്താലോ? സംശയമാണോ? 1 2 3 4. അങ്ങോട്ട് ചെയ്തോളൂ. 1 2 3 4. തിരിച്ചാണ് 1 2 3 4. 1 2 3 4. ഇപ്പൊ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം അത് കൺഫ്യൂഷനായിട്ട് തോന്നും. എല്ലാവരും നിൽക്കുമ്പോൾ ശരിയാവും. ഇവിടെ കിട്ടിയല്ലോ. സംശയമൊന്നുമില്ലല്ലോ? സംശയമുണ്ടോ? ഉണ്ടോ സംശയം? ശരി, ചെയ്യാം നമുക്ക്. 1 2 3 4. ഇനി അങ്ങോട്ട് തന്നെ ചെയ്തത് 1 2 3 4. തിരിച്ചാണ് 1 2 3 4. വീണ്ടും 1 2 3 4. അവിടെ 1 2 3 4. തിരിച്ച് 1 2 3 4. പ്രാവശ്യം ചെയ്യാം. 1 2 3 4. 1 2 3 4. അതിരിച്ച് കൂട്ടാണ് 1 2 3 4. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ നമ്മൾ ഇത്രയുള്ളൂ. 1 2 ആണ് നമ്മൾ. രണ്ടാമത്തെ കുറച്ചൊന്ന് വീഴ്ചയെടുക്കുന്നു. ഇത്രയുള്ളൂ. സംശയം ഒട്ടുമില്ല. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നന്നായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് കാണാം. നന്ദി. തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എടുക്കുന്നതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് എടുക്കുന്നത്, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല മഴയായതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കിട്ടിയിട്ടില്ല. ഉള്ളത് വെച്ച് നമ്മൾ പഠിപ്പിച്ചെടുക്കുക. പഠിക്കാനത് മതിയല്ലോ. അപ്പോൾ എല്ലാവരും എല്ലാവരും കണ്ടതിനെ